നമസ്കാരം. ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം T20 ആവേശത്തിലാണ് ക്രിക്കറ്റ് പ്രേമികൾ. ആദ്യ 3 മത്സരങ്ങൾ കഴിയുമ്പോൾ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. 2 മത്സരങ്ങളുടെ വിധി കൂടെ വരാനിരിക്കെ ആരാകും പരമ്പര നേടുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ആതിഥേയരെന്ന നിലയിൽ ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പ്രകടനം ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. സൂപ്പർ താരങ്ങളൊന്നും ഫോമിലല്ല. ഓപ്പണിംഗ് മുതൽ മധ്യനിരയിൽ വരെ ആർക്കും സ്ഥിരതയില്ല. പരമ്പര പുരോഗമിക്കവേ കൂടുതൽ ചർച്ചയാകുന്നത് സഞ്ജു സാംസന്റെ മോശം ഫോം തന്നെയാണ്. ബംഗ്ലാദേശിനെതിരെയും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും സെഞ്ചുറികളോടെ കസറിയ സഞ്ജുവിന് ഇംഗ്ലണ്ടിന്റെ അതിവേഗ പേസർമാർക്ക് മുന്നിൽ കാലിടറിയിരിക്കുകയാണ്. ജോഫ്ര ആർച്ചറാണ് 3 മത്സരത്തിലും സഞ്ജുവിനെ പുറത്താക്കിയത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. 140 മുകളിൽ വേഗത്തിൽ പന്തെറിയുന്നവർക്ക് മുന്നിൽ സഞ്ജു പ്രയാസപ്പെടുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സഞ്ജു സാംസണെ ഇന്ത്യ തഴയുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 4ാം T20 സഞ്ജുവിന്റെ പ്രകടനം വളരെ നിർണായകമാകുമെന്ന് ഉറപ്പാണ്. എന്നാൽ നിരാശപ്പെടുത്തിയാലും സഞ്ജുവിനെ പരിശീലകൻ ഗൗതം ഗംഭീർ തഴയാൻ ഇടയില്ല. ഇതിന് ചില വ്യക്തമായ കാരണങ്ങളുമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. T20 സഞ്ജുവിന്റെ സമീപകാല കണക്കുകൾ മറ്റൊരു ഓപ്പണർക്കും അവകാശപ്പെടാൻ സാധിക്കാത്തതാണ്. ദക്ഷിണാഫ്രിക്കയിൽ സഞ്ജു 2 T20 സെഞ്ചുറി നേടിയതിനെ വില കുറച്ച ആർക്കും കാണാനാകില്ല. കാരണം ഈ നേട്ടത്തിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് സഞ്ജു. പിന്നാലെ തിലക് വർമ്മയും ഈ റെക്കോർഡിൽ എത്തിയിട്ടുണ്ട്. അതിവേഗ പേസർമാരെ നിരവധി തവണ പങ്കിട്ട ചരിത്രം സഞ്ജുവിനുണ്ട്. അതുകൊണ്ട് തന്നെ അതിവേഗ പേസർമാർക്കെതിരെ പതറുന്നു എന്നത് ബാലിശമായ ഒരു ആരോപണമായിരിക്കും. നിലവിലെ T20 പേസ് നിരയിലെ ഏറ്റവും മിടുക്കനായ ജസ്പ്രീത് ബുംറയെ പോലും പങ്കിട്ട ചരിത്രം സഞ്ജുവിന്റെ IPL കണക്കുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ നിലവിലെ മോശം ഇന്നിംഗ്സുകളുടെ പേരിൽ വലിയൊരു തഴയൽ ഇപ്പോൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. ഈ ഓപ്പണിംഗിൽ ഇന്ത്യക്ക് വിശ്വസിക്കാനാവുന്ന മറ്റു വലംകൈയ്യൻ ഓപ്പണർമാർ ഇല്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഋതുരാജ് ഗെയ്ക്വാദും ശുഭ്മാൻ ഗില്ലും എന്നിവരൊക്കെയാണ് വലംകൈയ്യൻ ബാറ്റർമാരായ ഓപ്പണർമാർ. ഇവരെക്കാളും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ സഞ്ജുവിന് സാധിക്കുമെന്ന് കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അവസാന 10 ഇന്നിംഗ്സിൽ നിന്ന് 44.44 ശരാശരിയിൽ 400 റൺസ് എടുത്താണ് സഞ്ജു മടങ്ങിയത്. 184.33 സ്ട്രൈക്ക് റേറ്റിലാണ് സഞ്ജുവിന്റെ ഈ ഒരു പ്രകടനം. 3 തവണ 30-ലധികം റൺസ് നേടി. ഇംഗ്ലണ്ടിനെതിരായ 1ാം T20 ഒരു ഓവറിൽ 26 റൺസ് നേടാൻ സഞ്ജുവിന് മൊത്തത്തിൽ സാധിച്ചിരുന്നു. കഴിഞ്ഞ 2 മത്സരങ്ങളിലാണ് അല്പം പിന്നോട്ട് പോയത്. എന്നാൽ ഇന്ത്യയുടെ മറ്റെല്ലാ ബാറ്റർമാരും ഇതേ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ മാത്രം ഇപ്പോൾ ഒഴിവാക്കാൻ ടീം മാനേജ്മെന്റ് തയ്യാറാകില്ല. തുടരവസരങ്ങൾ സഞ്ജുവിന് ലഭിക്കുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. സമീപകാലത്തുണ്ടായ അനാവശ്യ വിവാദങ്ങൾ സഞ്ജു സാംസണെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കേരള ക്രിക്കറ്റ് അസോസിയേഷനും സഞ്ജു സാംസണും തമ്മിലുണ്ടായ ഭിന്നത വലിയ നാണക്കേടായി മാറിയിരുന്നു. കൂടാതെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് സഞ്ജു തഴയപ്പെടുകയും ചെയ്തു. ഇതെല്ലാം സഞ്ജുവിന്റെ പ്രകടനത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. എന്തായാലും ഇതിലും വലിയ പ്രതിസന്ധികളെ മറികടന്ന് വരാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തിരിച്ചുവരവ് ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.